നിർത്തിയിട്ട ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറിയ കുട്ടിക്ക് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് പൊള്ളലേറ്റു. ചിറക്കൽ സ്വദേശി നിഹാലിനാണ് പൊള്ളലേറ്റത്. കണ്ണൂർ വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവം. അരുൺ പൂപ്പറമ്പ കണ്ണൂർ ചെന്നു. അരുൺ, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് സംഭവിച്ചത്? സുഹൈൽ, ഇന്ന് വൈകിട്ടാണ് ഈ സംഭവം എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. വളപട്ടണം റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ ഈ ചരക്ക് ട്രെയിൻ നിർത്തിയിട്ടിരുന്നു, ഗുഡ്സ് ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. അതിന് മുകളിൽ കയറി നിന്നു ഈ നിഹാൽ എന്നാണ് റെയിൽവേ പോലീസ് പറയുന്നത്. അതിനിടെ ഈ ഹൈടെൻഷൻ ലൈനിൽ നിന്നും ഈ ഷോക്കേൽക്കുകയായിരുന്നു. ശരീരമാസകലം പൊള്ളലേറ്റിട്ടുണ്ട്. ആദ്യം അവിടെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് വിദഗ്ധ ചികിത്സ ആവശ്യം വന്നതോടെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിറക്കൽ സ്വദേശിയായിട്ടുള്ള നിഹാലിനാണ് ഗുരുതരമായിട്ട് തന്നെ പൊള്ളലേറ്റത്. എന്തിനാണ് ഈ ചരക്ക് ട്രെയിനിന്റെ മുകളിൽ കയറി നിന്നത് എന്നെ സംബന്ധിച്ച് നിലവിലൊരു വ്യക്തതയില്ല. അത് റെയിൽവേ പോലീസ് അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം എന്തായാലും ഇപ്പോൾ നടത്തി വരുന്നുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ്. ശരീരമാസകലം പൊള്ളലേറ്റിട്ടുണ്ട് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അരുൺ, ഈ കുട്ടിയുടെ കൂടെ രക്ഷിതാക്കളൊന്നും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. റെയിൽവേ അതിലെന്തെങ്കിലും വ്യക്തത വരുന്നുണ്ടോ? കുട്ടി എങ്ങനെ ഈ ഗുഡ്സ് ട്രെയിനിന്റെ മുകളിലേക്ക് കയറി എന്നതോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരം തരുന്നുണ്ടോ? സുഹൈല്, ഈ 17-കാരൻ മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. സമീപവാസികളായിട്ടുള്ള ചില നാട്ടുകാരൊക്കെയാണ് ഈ പൊള്ളലേറ്റ നിലയിൽ ഈ നിഹാലിനെ കണ്ടത്. നിഹാലിനൊപ്പം ആ സമയത്തും മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തിനാണ് ഈ ഗുഡ്സ് ട്രെയിനിന്റെ മുകളിൽ കയറി നിന്നത് എന്നതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. ഈ ഹൈടെൻഷൻ ലൈൻ ഉള്ളതൊക്കെ അറിയാതെ കയറി നിന്നതാണോ എന്ന സംശയമൊക്കെയാണ് റെയിൽവേ പോലീസ് എന്തായാലും പങ്കുവെക്കുന്നത്. അത് സംബന്ധിച്ചൊരു പരിശോധനയും അന്വേഷണവും റെയിൽവേ പോലീസ് നടത്തുന്നുമുണ്ട്. ഈ പൊള്ളലേറ്റ നിഹാൽ ഇപ്പോഴും ചികിത്സയിലാണ്. എങ്ങനെയാണ് ഇത്തരത്തിൽ ട്രെയിനിന്റെ മുകളിൽ കയറിയതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. അരുൺ പൂപ്പറമ്പാണ് വാർത്തയുടെ വിശദാംശം നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്ക് ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രിയ പ്രേക്ഷകർ തുടരും.